പൂഞ്ചിറ്റിൽ നിന്ന് ആളുകൾ കഴിഞ്ഞ ദിവസത്തിൽ ഒഴിഞ്ഞുപോയി എന്നാണ് നമുക്ക് മനസ്സിലാക്കുക. കാരണം പൂഞ്ചിൽ ജീവിക്കാൻ കഴിയുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ ഇപ്പോഴത്തെ ഈ സംഘർഷം എത്തിച്ചിരിക്കുന്നു എന്ന് ജനങ്ങൾ തന്നെ വ്യക്തമാകുന്നു. കാരണം നമ്മൾ ഇന്നലെ സുന്ദർവാലി അടക്കമുള്ള സ്ഥലങ്ങളിലൂടെയാണ് ഇങ്ങോട്ട് കടന്നു വന്നത്. ആ പ്രദേശങ്ങളിലേക്ക് ആളുകൾ പലയിടത്തേക്കായി താമസം പൂഞ്ചിൽ നിന്ന് വന്ന് മാറിയിട്ടുണ്ട് എന്നാണ് അവിടുത്തെ നാട്ടുകാരടക്കം വ്യക്തമാക്കുകയും ചെയ്തത്. കാരണം നിരന്തരം ഷെല്ലാക്രമണങ്ങളാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ മാത്രമാണെങ്കിൽ 15-ലധികം ആൾക്കാണ് പൂഞ്ചിൽ മാത്രം ജീവൻ നഷ്ടമായത്. ശക്തമായ ഷെല്ലാക്രമണത്തിലും അതോടൊപ്പം വെടിവെപ്പിലും സ്വാഭാവികമായും ആളുകളുടെ വീടുകൾ തകർന്നിട്ടുണ്ട്, ഗുരുദ്വാരകൾ തകർന്നിട്ടുണ്ട്, അമ്പലങ്ങൾ തകർന്നിട്ടുണ്ട്, അത്തരത്തിൽ പള്ളികൾ തകർന്നു. അത്തരത്തിൽ ആ മേഖലയിൽ പൂർണ്ണമായും ഏറെക്കുറെ വീടുകളും കെട്ടിടങ്ങളും ഒക്കെ തകരുകയാണ് ഷെല്ലാക്രമണം ചെയ്തിരിക്കുന്നത്. സ്വാഭാവികമായും ആളുകൾക്ക് ജീവിക്കാൻ കഴിയുന്ന സാഹചര്യം പൂഞ്ചിൽ ഉണ്ട്. പൂഞ്ചിൽ മാത്രമല്ല പൂഞ്ചടക്കമുള്ള ഈ അതിർത്തി പ്രദേശങ്ങളിലൊക്കെ ജനവാസ കേന്ദ്രങ്ങളിൽ ശക്തമായ ഷെല്ലാക്രമണങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഉണ്ടായത്. ഷെല്ലുകൾ നിരന്തരം വീഴുകയാണ്. ബങ്കറുകൾ അടക്കമുള്ള സ്ഥലങ്ങൾ ഉണ്ടെങ്കിൽ പോലും ആളുകൾക്ക് പിന്നീട് പുറത്തിറങ്ങാൻ, പ്രത്യേകിച്ച് ഇത്തരത്തിൽ ഈ രാത്രി മുഴുവൻ ഏറ്റുമുട്ടലും പിറ്റേ ദിവസം പുലർച്ചെ മുഴുവൻ ഇതുമായി ബന്ധപ്പെട്ട ബാക്കി നടപടിക്രമങ്ങളാണ് സുരക്ഷാ സേന ഉള്ളത്. സ്വാഭാവികമായി ആളുകൾക്ക് അവിടെ ജീവിക്കുന്നതിൽ വലിയ പരിമിതികളുണ്ട്, അവശ്യ സാധനങ്ങൾ ലഭിക്കുന്നതിൽ പരിമിതികളുണ്ട്, കടകമ്പോളങ്ങൾ തുറക്കാൻ കഴിയുന്ന സാഹചര്യമുണ്ട്. ഈ പശ്ചാത്തലത്തിലേക്ക് ആളുകൾ ഈ മേഖലകൾ വിട്ടുകൊണ്ട് താൽക്കാലികമായാണെങ്കിലും മറ്റിടങ്ങളിലേക്ക് മാറുന്നു എന്താണ്, പലായനം ചെയ്യുന്നു എന്നാണ് നമുക്ക് പറയാൻ. അത്തരത്തിൽ ഉള്ള സാഹചര്യവും കാഴ്ചയുമാണ് പൂഞ്ചിലടക്കം ഉള്ളത് എന്നതാണ് പരിസരവാസികൾ ഈ പ്രദേശത്തെ മറ്റ് ഗ്രാമങ്ങളിലുള്ള ആളുകളോട് സംസാരിക്കുമ്പോൾ നമുക്ക് വ്യക്തമാക്കിയത്.